അടുത്തിടെ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ മോൾക്ക് 30 വയസ്സ് കഴിഞ്ഞു. അവള് കല്യാണം കഴിക്കാൻ തയ്യാറല്ല, ഇപ്പോഴും ജോലി ചെയ്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്ന്. അത് ആ അമ്മയ്ക്ക് വലിയൊരു പ്രശ്നമായിട്ടാണ് അവർ എന്നോട് പറഞ്ഞത്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ സ്വന്തമായി ജീവിക്കാൻ കേപ്പബിലിറ്റി ഉള്ള, ആവശ്യത്തിന് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പെൺകുട്ടി എന്തിനു കല്യാണം കഴിക്കണം? ഒന്നെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ട് അത്ര അഗാധമായി പ്രണയത്തിലാവണം, അയാൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് എത്തണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കൂട്ട് വേണം എന്നുള്ളതിന് അവർക്കൊരു ലോജിക്കൽ റീസൺ വേണം. ഇത് രണ്ടുമില്ലാത്ത സാഹചര്യത്തിൽ സമൂഹത്തെയും വീട്ടുകാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഒരു പെൺകുട്ടി ഒരു കല്യാണത്തിലേക്കോ റിലേഷൻഷിപ്പിലേക്കോ പോകുന്നത്? ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ പെൺകുട്ടികൾ മിക്കവരും ആ ചോയ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനവർക്ക് മതിയായ കാരണങ്ങളുമുണ്ട്. അവരുടെ സിംഗിൾ ലൈഫ് അവർ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു അഡൽട്ട് മെയിലിനെ നമ്മുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ ബേസിക് അഡൽട്ടിങ് ടാസ്കുകൾ പലപ്പോഴും ഈ ആൺകുട്ടികൾക്ക് അവരെ വളർത്തിക്കൊണ്ടുവന്ന രീതി കൊണ്ട് അറിയില്ലായിരിക്കും. പാചകം ചെയ്യാനോ വീട് വൃത്തിയായി സൂക്ഷിക്കാനോ ഒന്നും അറിയാത്ത, ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ ഇമോഷണൽ അവൈലബിലിറ്റിയോ ഇല്ലാത്ത ഒരാളെ എന്തിന് സ്വസ്ഥതയുള്ള തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കണം? പെൺകുട്ടികൾ ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികളോട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അല്ലെ?